യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 6-ന്റെ 1 വായിച്ച യെശയ്യാ 6-ന്റെ 1 വായിച്ച ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. താറാവുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഒരു വാക്കിനുണ്ട് ആലയം. ഈ ആലയം എവിടുത്തെ ആലയം? ഈ ആലയം ഏതാ? ഈ ആലയത്തിൽ വെളിപ്പെട്ട കിരൂബുകൾ ഏതാണ്? ഈ ആലയത്തിന്റെ അകം മുഴുവൻ ഇവ കൊണ്ട് അതിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ ഉമ്മറപ്പടിയുടെ മന്ദിരത്തെ നിറച്ചിരുന്നു. ആമേൻ. ഉസ്സിയാ രാജാവ് മരിച്ചാണ്. ഉസ്സിയാ രാജാവ് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച രാജാവ്. ആ രാജാവ് മരിച്ച അതേ വർഷം യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കണ്ട ഒരു ആലയത്തെ കാണുകയാണ്. ആലയത്തിനകത്ത് 3 കെരൂബുകൾ, 3 2 സംഖ്യ പറയുന്നില്ല. സാറാഫുകൾ അവന് ചുറ്റും നിന്നിരുന്നു. അപ്പൊ ആലയത്തിനകത്ത് രാജ്ഞിയെ മർമ്മം ശ്രദ്ധിച്ചോളണം. ദൈവം വസിക്കുന്നിടത്ത് സാറാഫുകൾ വരും. കാരണം ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന, ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടുന്നിടത്ത് ദൈവം നിയോഗിച്ച സാറാഫുകളുണ്ട്. അതുകൊണ്ട് എഹെസ്കേൽ കണ്ട ദർശനത്തിലും ഈ സാറാഫുകൾ ഉണ്ടായി. എന്നാൽ ഇവിടെ ഒരു വ്യത്യസ്ത ദർശനമാണ്. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആരാധനയുടെ നടുവിലേക്ക് വെളിപ്പെടേണ്ടുന്ന ദൈവസാന്നിധ്യം. അല്ലെ, നമ്മളുടെ ഉള്ളം പുക കൊണ്ട്, ഉള്ളം ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞാണ്. അവിടെയാണ് നമ്മൾ വലിയ കാഴ്ചകൾ കാണുന്നത്. ഹല്ലേലൂയ. ഒറിജിനൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആലയത്തിലാണ്. പറയാണ്ട് ഈ സ്ഥലം മനോഹരം, ഈ സ്ഥലത്തേക്കാൾ മനോഹരമാണ് നമ്മൾ. ആമേൻ. നമ്മുടെ ഉള്ളത്തെ ആലയമാക്കുവാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിൽ ഈ ആലയം ദൈവം നമ്മളിൽ വസിപ്പാൻ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അതിനകത്ത് നിങ്ങൾ ആർത്തു വിളിച്ചില്ല എങ്കിൽ ഒരുത്തനോടൊരുത്തൻ പറയുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു മഹത്വമുള്ള ഒരു ദർശനത്തെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സാറാഫുകൾ അവന് ചുറ്റും നിന്നിരുന്നു. വാക്യം വായിച്ചാൽ സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും സാറാഫുകൾ അവന് ചുറ്റും നിന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. അടുത്ത സാറാഫുകൾ എങ്ങനെയിരിക്കും എന്നുള്ള സംശയം വേണ്ട. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോരുത്തരും 6 ചിറകുകൾ ഉണ്ടായിരുന്നു. ദൈവ മഹത്വത്തിന്റെ മുമ്പാകെ ആ സൃഷ്ടി നിൽക്കുമ്പോൾ ആ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേക, ആ സൃഷ്ടി കണ്ടോ ചെയ്തത്, അവർ ദൈവ മഹത്വം തങ്ങളുടെ ഇതുകൊണ്ട് കാണാൻ പറ്റാതെ വണ്ണം അവർ മുഖം മറിച്ചു. അത്രമേൽ തേജസ്സായിരുന്നു. ദൈവ ഭക്തന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്ന തേജസ് അത്രമേൽ വലുതെന്നാണ് വചനം. യെശയ്യാവ് കണ്ട ദർശനത്തിനകത്ത് അവർ മുഖം മൂടി നിൽക്കുന്നത് കണ്ടു, പാദം കൂടിയിരുന്നു. 2 കൊണ്ട് അവർ പറന്നു.
രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, ആ രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ആ ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. രണ്ടുകൊണ്ട് അവർ പറന്നുകൊണ്ട് അതിന്റെ വിശാലത നോക്കണം, ആലയത്തിന്റെ വിശാലത നോക്കണം. ദൈവം വസിപ്പാൻ തിരഞ്ഞെടുത്ത ആലയം ചുരുക്കമല്ല, ചെറുതല്ല, വളരെ വിശാലമുള്ളതാണ്. ആമേൻ. ഇതിനകത്ത് ആത്മദർശനം പ്രാപിച്ചില്ല എങ്കിൽ അവൻ ദൈവവുമായി ഒരു ബന്ധവുമില്ല. ദൈവജനം എന്തിനു നമ്മളെ വഴികാട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ അടുക്കിലേക്കുള്ള ദൈവത്തിന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകേണ്ടതിന് ആത്മദർശനം പ്രാപിച്ചിരിക്കണം, വചന ദർശനം പ്രാപിച്ചിരിക്കണം. ഏറ്റവും കുറഞ്ഞൊരു കഥ വിശ്വസിക്കുന്നത് പോലെയെങ്കിലും വിശ്വസിക്കും. കുറഞ്ഞത് ആവശ്യമില്ലാത്ത കഥകളൊക്കെ നമ്മൾ വിശ്വസിച്ച് തലയിൽ വെച്ച് നടക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ടായില്ലേ? ഇത്ര ഭംഗിയായിട്ടാണ് ബാക്കി കഥകളൊക്കെ പഠിപ്പിച്ചുകൊടുക്കുന്നത്. കാട്ടിലെ രാജാവിനെ കുറിച്ചൊക്കെ പറയുമ്പോ സിംഹമാണെന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്നില്ലേ? ശരിയല്ലേ? അങ്ങനെയുള്ള പൊടുപ്പും തൊങ്ങലുമുള്ള കഥകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കും. അപ്പൊ ഉള്ളത്തിനകത്ത് രണ്ടുകൊണ്ട് പറന്ന് അവർ ഇങ്ങനെ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ വാക്കെല്ലാം പറഞ്ഞിട്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്മുടെ അകത്ത് വെളിപ്പെട്ട ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപ്പെട്ട ആത്മാവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്ക് ആർക്കും കരിയെടുത്ത് തേച്ച് അശുദ്ധമാക്കാൻ പറ്റില്ല ആ നാമത്തെ. അവന്റെ മഹത്വത്തെ കുറച്ചു കാണിക്കാൻ നമുക്ക് പറ്റില്ല, അവന്റെ മഹത്വത്തെ തുച്ഛീകരിക്കാൻ നമുക്ക് പറ്റില്ല. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധനായ ദൈവം. ഒരു നമ്മൾ ഒരിക്കലും പരിശുദ്ധനെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്തെന്ന് പറയും? ആരും പരിശുദ്ധൻ എന്നുള്ള പേര് സ്വയം എടുത്തുകളയത്. നമ്മൾ വിശുദ്ധൻ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആമേൻ ആമേൻ ഹല്ലേലൂയ. അവന്റെ നാമം ഉന്നതവും ഉയർന്നതും ആയിരിക്കുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞാട്ടെ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. ആമേൻ. കരമേൽപ്പിച്ച് വാക്കുകൊടുക്കുക. ശ്രദ്ധയോടെ ആ വാക്യം കേട്ട് എടുക്കുക. അടുത്ത് വായിച്ചോ. സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. സർവഭൂമിയും ഈ ദർശനം പ്രാപിച്ച യെശയ്യാവിനോട് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു വെളിപ്പാടാണ്. സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദർശനം പ്രാപിച്ചവനറിയാം ഭൂമിയിൽ അതിന്റെ മഹത്വം ഓർക്കുന്നത്. ദർശനം പ്രാപിക്കാത്തവർ പറയും ഇത് തങ്ങളുടെ കൈപ്പണിയായി ഉണ്ടാക്കിയതാണ്. ആമേൻ. ദർശനം പ്രാപിച്ചവനറിയാം ഈ കർത്താവല്ലാതെ മറ്റൊന്നും സൃഷ്ടികർത്താവായി ഇല്ല. ഈ കർത്താവ് സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നടത്തുന്നു എന്ന് ദർശനം പ്രാപിച്ചവനറിയാം. ഒരു ആത്മദർശനം നാം പ്രാപിച്ചില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ ചുരുങ്ങി 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 ആചാരമായി മാറി. വചന ദർശനം പ്രാപിച്ചില്ല എങ്കിൽ വചനത്തിനകത്ത് കിടക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ അകം തന്നെ അനുഭവിച്ചറിഞ്ഞില്ല എങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടല്ല, ഓരോരുത്തരും അത് ഭക്ഷിച്ചറിഞ്ഞില്ല എങ്കിൽ അവരുടെ ജീവിതം ഇങ്ങനെ ആത്മജീവിതം ഇങ്ങനെ ആത്മീയ മനുഷ്യനിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അവൻ ആത്മസന്തോഷം കിട്ടാതെ പോകും, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോകും. ഹല്ലേലൂയ. ദൈവം ഇടപെടുന്നത് തിരിച്ചറിയാതെ പോകും. അവന്റെ ഹൃദയം കുറേശ്ശെ കഠിനമാകും. അവൻ ലോകത്തിന്റെ സുഖങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങും. കമ്പാരിസൺ നടത്തും. കമ്പാരിസൺ എന്ന് വെച്ചാൽ ദൈവമക്കളെയും ലോകത്തിന്റെ മക്കളെയും വെച്ച് എന്ത് ചെയ്യും? കമ്പാരിസൺ നടത്തും. യേശുവിനെ വെച്ച് കമ്പാരിസൺ ചെയ്യും. യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തി കൊണ്ട് നമുക്ക് ഗുണമെന്ന് ചോദിക്കും. അപ്പൊ എവിടേക്ക് വീണു തിരിച്ചറിഞ്ഞോളാം. രണ്ട് പറയുന്നു, നിന്റെ ആലയത്തിനകത്ത് ഹൃദയത്തിനകത്ത് ഒരു ദർശനം പ്രാപിച്ചിരിക്കണം.
ഹല്ലേലൂയ. വചന ദർശനം പ്രാപിച്ചിരിക്കണം. നിങ്ങൾ കരപ്പെടുത്ത് പറയും, വചന ദർശനം പ്രാപിച്ചിരിക്കണം. ആമേൻ. വചന ദർശനം. ഈ വചനം നമ്മൾ ദർശിച്ചില്ല എങ്കിൽ നമുക്കിതിനൊരു സന്തോഷം വരും. നിങ്ങൾക്ക് വചനം കേൾക്കുമ്പോൾ സന്തോഷം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ ദിശയിലാണ്. വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ ഈ സാറാഫ് പറക്കേണ്ടുന്ന സ്ഥലത്ത് വീണുപോയ സാറാഫ് പറക്കുന്നത്. മറ്റൊന്നും ചിലതൊക്കെ ഉണ്ട്, ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന സാറാഫ് പറക്കേണ്ടുന്ന സ്ഥലത്ത് വീണുപോയവൻ പറക്കാനായിരുന്നു. അപ്പോഴും ഭിന്നത വെളിപ്പെടും, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും, അസ്വസ്ഥത ഉണ്ടാകും. കമ്പാരിസൺ വരുമ്പോഴേ ഓർത്തു പോകണം. കമ്പാരിസൺ ഒരിക്കലും നമ്മൾ ആരുത്തല്ല, തുല്യത. ഇത് വരുമ്പോ ഓർത്തോളം പണി വരുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിന്നേക്കാൾ മറ്റൊരുത്തൻ ശ്രേഷ്ഠനെന്ന് നീ എണ്ണിക്കോളും. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോയപ്പോ ഭയങ്കര ഐക്യാണ്. കർത്താവ് 12 ശിഷ്യന്മാരെ എന്ത് ചെയ്യുന്നു? അയച്ചു. ഇവർ അങ്ങോട്ട് പോകുമ്പോ തോളെ കൈയിട്ട് സന്തോഷത്തോടെ പോവാ. ഭയങ്കരമായിട്ട് പോയി. ഈ 2 പേർ അങ്ങനെയൊക്കെ തിരിഞ്ഞു പോയി. ഇവർ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് തമ്മിൽ തന്നെ ഒരു കശപിശിപ്പൊട്ടായി. ഞാൻ കൈവച്ചപ്പോഴല്ലേ അയാൾ ചാടിയത്? ഞാൻ കയറി വന്നപ്പോ ഇവർ തിരിച്ചു വരുന്നൊരു വരവാണ്. അപ്പോ ചന്ദ്രരോഗം ബാധിച്ച മകനെയും കൊണ്ട് ഒരു അപ്പൻ വണ്ടി വന്നു. ഇവർ 12 പേരും തലകുത്തി മറിഞ്ഞു നിന്ന് കൈവച്ചിട്ടും ഇവർ പലതും ചെയ്തിട്ടും ഒന്നും സംഭവിച്ചു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്ത വന്നപ്പോ അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടില്ല. എന്റെ ദൈവമക്കളെ, നമ്മളിൽ ആരാണ് വലിയവൻ? നമ്മളിൽ ആരാണ് വലിയവൻ? ഉറപ്പാണോ? എന്നാ വചനത്തിന് കീഴടങ്ങിക്കോളാം. ഹല്ലേലൂയ. അടുത്ത വാക്യം. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആരെ പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം. ഇത്രയും കാഴ്ച കണ്ടുകൊണ്ടെന്ന് പറയുകയാണ്. ഇതൊരു ആത്മദർശനമാണ്. ആത്മദർശനം പ്രാപിച്ച യെശയ്യാവ് പറയുകയാണ്, അയ്യോ ഞാൻ ദൈവത്തെ കണ്ടുവല്ലോ. ആ ദർശനത്തിന്റെ ശക്തി ഒന്ന് മനസ്സിലാക്കണം. ആമേൻ. ഒരു മിന്നായ പെണ്ണിന് പോകുന്നത് പോലെ തോന്നലല്ല. ഇന്നോ പറക്കുന്നൊരു ശബ്ദം കേട്ടു, അങ്ങനെയല്ല. ആ ദർശനം കണ്ടപ്പോൾ യഹോവയുടെ മുഖം ആരും കണ്ടില്ല, യെശയ്യാവ് കണ്ടില്ല. പക്ഷെ ആ സാന്നിധ്യം അത്രമേൽ കണ്ടതുപോലെ തോന്നിച്ചു. അതാണ് ദർശനത്തിന്റെ ശക്തി എന്ന് പറയും. അല്ലേ? ഇന്ന് ഈ ദർശനം എഴുതി വെച്ചിരിക്കുന്നു. സഭ വചന ദർശനം പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ. ഈ വചനം പഠിപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ടല്ല, സോറി, ഈ അങ്ങ് ചെന്നിട്ടല്ല, ഇവിടെ വെച്ച് പറഞ്ഞു. അവിടെ തുറക്കുന്ന പുസ്തകം ഇതല്ല. ആരും വിചാരിക്കരുത് അവിടെ ചെന്നിട്ട് സാറാഫിനോട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 16-ാം വാക്യം വായിക്കാൻ പറയത്തില്ല. അത് കേൾക്കാനുള്ള സ്ഥലം സഭയാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ യെശയ്യാവ് കരഞ്ഞുകൊണ്ട് പറയണം, അയ്യോ ഞാൻ സൈന്യങ്ങളുടെ യഹോവയെ കണ്ടുവല്ലോ. എനിക്ക് അയ്യോ കഷ്ടം. ഉണ്ടോ? ദൈവത്തെ ആരും കണ്ടുകൊണ്ട് കണ്ടില്ലെന്ന് അത് നന്നായിട്ട് വിശ്വസിച്ചു. ഞാൻ നശിച്ചു, ഞാൻ അകൃത്യമുള്ള മനുഷ്യൻ, ഞാൻ പാപത്തിലിരുന്ന മനുഷ്യൻ, എന്നിട്ടും എന്റെ കണ്ണുകൾ അവനെ കണ്ടുവല്ലോ. എന്നിട്ടും ഞാനൊരു ദർശനം പ്രാപിച്ചു. ഒരു ദർശനമായിരുന്നില്ലത്, പൊട്ടറിയുന്ന ദർശനമായിരുന്നു. അതുകൊണ്ടാണ് കരഞ്ഞു പറഞ്ഞത്, എന്റെ വായിൽ നിന്ന് വരുന്നത് പോലും എന്തല്ല ശുദ്ധിയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോ ആദ്യം സംഭവിക്കുന്നതാണ് സറണ്ടറിങ്. ഹല്ലേലൂയ. ആദ്യം തന്നെ നമുക്ക് പ്രശ്നം എന്താണെന്നറിയുമോ? നമ്മുടെ ദൈവത്തെ കാണുന്നതെന്നറിയോ? ക്രൂശിൽ കിടക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് അറിയാത്തത്.
പിന്നെ വെളിപ്പാട് വല്ലപ്പോഴും വായിക്കുമ്പോൾ മാത്രം അത് അങ്ങോട്ട് കയറി ചിന്തിക്കാറില്ല. കാരണം മാറത്ത് പങ്കുവെച്ചഴിഞ്ഞും വെള്ളോട് സദൃശ്യമായ കാലും വായിൽ നിന്നും പുറപ്പെടുന്ന വാളും വേണ്ട, ചിന്ത വേണ്ടെന്ന് വെച്ചിട്ട് ക്രൂശിക്കപ്പെടുന്നത് വരെ നമ്മൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ആ യേശുവിനെ കണ്ടു എന്ന് ചോദിച്ചാൽ ആരും തേജസ്സിലായിരിക്കുന്നില്ല കണ്ടത്. താടി വളർത്തിയ ഇതിലേക്ക് ധരിച്ച യേശുവിനെ. അപ്പൊ നമ്മുടെ മനസ്സിലെ ചിന്ത എങ്ങനെ നടക്കും? എന്നാൽ ഇതിനെല്ലാം അപ്പുറമായി യഹോവ എന്ന ദൈവത്തിന്റെ സാന്നിധ്യം പോലും അത്ര വലുതാണെന്ന് ഈ മനുഷ്യൻ തിരിച്ചറിയുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇന്നലെ വരെ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നടന്നതൊന്നും അല്ല കാഴ്ച, ഈ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, അവന് പകരം വയ്പാൻ മറ്റൊന്നുമില്ല. അയ്യോ, എന്റെ കണ്ണുകൾ ആ സാന്നിധ്യത്തെ കണ്ടുവല്ലോ. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, എന്റെ വായിൽ നിന്നും നല്ലതൊന്നും പുറപ്പെടാതിരിക്കെ ഞാൻ കണ്ടുവല്ലോ. കൃപയാലല്ലോ. ഹല്ലേലൂയ. നമ്മുടെ അടുക്കൽ വെളിപ്പെട്ട യേശു തന്നെ യാഹ്വേ, യേശു തന്നെ പിതാവായ ദൈവം, യേശു തന്നെ ഏക സത്യമായ ദൈവം. ആമേൻ. അകത്ത് ആലയം ഒരുക്കി കൊടുക്കുവേൻ. ആലയത്തിനകത്ത് കിടക്കുന്ന കറകളെ വലിച്ചു പുറത്തെടുത്ത് കളയുവേൻ. ഹല്ലേലൂയ. അകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി വെളിപ്പെടുന്നതൊക്കെ പരിശോധിച്ചറിഞ്ഞ് ക്ലീൻ ആക്കുവേൻ. ഹല്ലേലൂയ. ശുചീകരിപ്പൻ. അവനെ കാണണമെങ്കിൽ, അവന്റെ മുമ്പാകെ നിൽക്കണമെങ്കിൽ ഇനി ഒരു കൂട്ടർ അപ്പോഴും കരുണെന്തിനെന്നറിയാമോ? ഇത്ര വലിയ തേജസ്സിനായിരുന്നല്ലോ നമ്മൾ നിസ്സാരമാക്കി വിട്ടുകളഞ്ഞ. ഹല്ലേലൂയ. യൂദയുടെ കരച്ചിലെന്തായിരിക്കുന്നത്? ആമേൻ. എന്താ വാക്യം വായിച്ചു? ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ, ഇനി അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ശുദ്ധിയില്ല, പക്ഷെ ഞാൻ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. നേര് പറയാത്ത, കള്ളം പറയുന്ന, നല്ലത് ചിന്തിക്കാത്ത, ശുചിയില്ലാത്ത അതരങ്ങളുടെ മനുഷ്യരുടെ ഞാൻ പാർക്കുന്നു. എന്നിട്ടും അവൻ എന്നെ തെരഞ്ഞെടുത്തുവല്ലോ. എന്തെങ്കിലും യോഗ്യത ഉണ്ടോ നമുക്ക് ഈ വചനം ഇങ്ങനെ കേൾപ്പാൻ? ഈ ആത്മാവിനെ പ്രാപിപ്പാൻ, ഹല്ലേലൂയ, ഈ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇങ്ങനെ പറയണം. നന്ദിയുള്ള ഹൃദയം എന്തിനായിരിക്കണം എന്നറിയോ? അപ്പ ഈ പാപിയായിരുന്ന എന്നെയും നീ തെരഞ്ഞെടുത്തുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ചില മന്ത്രിമാരൊക്കെ, ചില ആൾക്കാരൊക്കെ കൈട്ടുവാരികളൊക്കെ ജയിച്ചു പോകുമ്പോൾ അവരൊക്കെ വീണ്ടും തെരഞ്ഞെടുത്തല്ലോ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മളൊട്ടും മോശമാണ്. മന്ത്രിമാരെല്ലാം അത്യാവശ്യം നല്ല കവർച്ചകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയം കൊണ്ട് നടത്തുന്നുണ്ട്. മറ്റു പലരുടെയും നമ്മൾ കവരുന്നുണ്ട്. കള്ളന്മാരുടെ ഹൃദയമാണ്. ആമേൻ. അടുത്തോ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന്, ഇത് തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ സാറാഫുകൾ ഇദ്ദേഹം തിരിച്ചറിയാണ്. ഒന്ന് ദർശനം പ്രാപിച്ചു. ദർശനം പ്രാപിച്ചു. ദർശനം കണ്ട മനുഷ്യൻ, ആ സാന്നിധ്യം പറഞ്ഞ മനുഷ്യൻ, യെശയ്യാവ് തന്നെ താൻ താഴ്ത്തി. അയാൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഞാൻ അകൃത്യത്തിലുള്ള മനുഷ്യൻ. ഇത് എപ്പോഴാ തിരിച്ചറിഞ്ഞ്? ആ സാന്നിധ്യം ദർശനം പ്രാപിച്ചപ്പോഴാണ്. അതുവരെ പുള്ളി എന്ത് കരുതിയിരുന്നു? ഞാൻ പ്രവാചകൻ. ഇപ്പോഴും അത് പ്രവാചകൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്തു. ശ്രദ്ധിച്ചു, ഒരു തീക്കനൽ എടുത്തു, കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു, അതെന്റെ വായിൽ തുള്ളിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ. ഈ വചനം ഏതായിരുന്നു? യാഗപീഠത്തിൽ നിന്ന് വെളിപ്പെട്ട കനൽ ഏതായിരുന്നു? യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരുന്ന കനൽ ഏതായിരുന്നു? യേശു ക്രിസ്തു എന്ന ആ വചനം എടുത്ത്, ആ കൊടിൽ കൊണ്ടെടുത്ത് നാവിന്മേൽ തൊട്ടപ്പോൾ അവരുടെ അകൃത്യം നീങ്ങി. ഈ സഭയെ, ദർശനം പ്രാപിച്ച സഭയെ ഈ കനൽ
ഇനി ഒരു സാറ വിട്ടുകൊണ്ട് തരില്ല. ഓൾറെഡി അത് നടന്നു കഴിഞ്ഞു. എങ്കിൽ ഇടറിപ്പോകാതിരിപ്പിൻ, എങ്കിൽ വിശ്വസിപ്പിൻ, എങ്കിലേക്ക് നോക്കി ശക്തി പ്രാപിപ്പിൻ, എങ്കിലേക്ക് നോക്കി നിത്യതയെ അവകാശമാക്കിക്കൊള്ളുവിൻ. എങ്കിൽ നിന്ന് ഇടറിപ്പോകാതിരിപ്പിൻ, കാഴ്ചകളാൽ വിധിക്കാതിരിപ്പിൻ. കാണുന്നുണ്ടെങ്കിൽ അന്തസ്സുള്ള ഈ കാഴ്ചകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാഴ്ചയല്ല ഞാൻ നടന്റെ പറ്റുമെങ്കിൽ ഞാൻ ആത്മദർശനം പ്രാപിക്കും. ദർശനം പ്രാപിച്ച സഭ കർത്താവിൽ നിന്ന് ഒരിക്കലും അകന്നു പോകും. ആമേൻ. റിയൽ ലവ് തിരിച്ചറിഞ്ഞൊരു വ്യക്തി ഒരിക്കലും ആ സ്നേഹത്തെ നഷ്ടപ്പെടുത്തും. മനസ്സിലായോ? ഏറ്റവും വലിയ അധികാരിയാണ് ദൈവം എന്ന് അറിഞ്ഞാൽ നമ്മളെ കുട്ടികളെയോ നമ്മൾ എത്ര നിസ്സാരമായിട്ട് ദൈവത്തെ തട്ടിക്കളയും. എത്ര നിസ്സാരമായിട്ട് നമ്മൾ ദൈവത്തെ തുച്ഛീകരിച്ച് കാണിക്കുന്നു. ശരിയല്ലേ? ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് വാട്സാപ്പിലോ മൊബൈലിലോ ഒരു കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഒന്നുകളെ ഭീഷണി ഇട്ടോ കിട്ടാവും. ഞാൻ അഖണ്ഡ്യനായതുകൊണ്ട് എന്നെ പിടിക്കത്തില്ല. ന്യൂയോർക്കിൽ നിന്ന് ആളെ കൊണ്ടുവന്നാലും അന്ന് രാത്രിക്ക് പോകുന്ന എന്റെ വീട്ടിലാകും. പിടിക്കത്തില്ലേ? കൊണ്ടുപോയി സദ്യ തരുമോ? ഈ പാവം പിടിച്ച് ചാകാതിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ കഴിവുള്ളവെങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്ര വലിയവനെന്ന് ഞാൻ അറിയണം. അവൻ തന്റെ മഹത്വത്തിന് ഒത്തവണ്ണം നമ്മളോട് ചെയ്തിരുന്നുവെങ്കിലോ. ആമേൻ. ഈ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടല്ലോ 6-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോ ഈ നോഹയുടെ പെട്ടകമൊക്കെ ഉണ്ടാക്കി ജലപ്രളയം ഇങ്ങനെ വരുന്ന സമയത്ത് എന്റെ ഉദ്ദേശമാണ് ഞാൻ ഈ പറയുന്നത്. ഏകദേശം ഇത്രയും വലിയ ജനസംഖ്യ തന്നെ അന്നുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് 8 പേരാണ് പെട്ടകത്തിൽ കയറി. 8 പേർ. അത് നോഹയോടുള്ള ദൈവത്തിന്റെ കരുണയാണ് ആ കുടുംബത്തിൽ നിന്ന് വന്നത്. അപ്പൻ പെട്ടകം പണിതപ്പോ മക്കളുടെ തോന്നിയ വഴിക്ക് നടന്നില്ല. അപ്പന്റെ കൂടെ പെട്ടകത്തിന്റെ പൊക്കകം പിടിച്ചു വെച്ചു. പാടി വെച്ചിട്ട് ഇത് ഹാമായിരിക്കാം, ഇതിനെ കൊണ്ട് നീക്കി വെച്ചു കൊടുത്തത് ശേമായിരിക്കാം, അപ്പനെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് യാഫത്തായിരിക്കും. അപ്പോഴാണ് ചോറ് റെഡിയായി വിളിച്ചു പറഞ്ഞ 3 സഹോദരിമാരാവുന്നില്ല. കഴിക്കുന്നില്ലേ? ഇത് നമുക്ക് കഴിച്ചിട്ടാകാം. അങ്ങനെ അവർ 8 പേരും വളഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കൂടാരപ്പടി നടക്കുക. ഹല്ലേലൂയ. ആമേൻ. ആ ഒരുമയും സ്നേഹവും ആ മേൽനോട്ടവും ഒക്കെ നോക്കുമ്പോ 100 വർഷം നോഹ പ്രസംഗിച്ചു. ആമേൻ. 500-ാമത്തെ വയസ്സിൽ ഒരുമിച്ചു 100 വർഷം പ്രസംഗിച്ചു. 101-ാമത്തെ വർഷം പ്രളയം ആരംഭിച്ചു. 100 വർഷം നമ്മളവിടെ സിമ്പിൾ ആയിട്ടാണ്. ഹല്ലേലൂയ. 2024 കൊല്ലങ്ങളായി ഈ സത്യസുവിശേഷ വിളംബരം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ ദിവസത്തിന്റെ പടിവാതിലാണ്. 1-ാം ദിവസം ദൈവത്തിന്റെ 1 ദിവസം 1000 ദിവസങ്ങളെ പോലെയും സംവത്സരങ്ങളെ പോലെയും 2000 സംവത്സരം കഴിഞ്ഞല്ലോ. 3000 സംവത്സരം വരെ 3-ാമത്തെ ദിവസം. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് 3-ാമത്തെ ദിവസമായിരുന്നു. 3-ാമത്തെ ദിവസം വൈകിയായിരുന്നില്ല, രാവിലെ. അങ്ങനെയാണെങ്കിൽ ഏകദേശം നമ്മൾ നിയറസ്റ്റ് ആണ്. ഓർത്തുകൊള്ളും, ദൈവത്തിന്റെ കാൽ യെരൂശലേമിലെ പടിവാതിൽക്കൽ നിൽക്കുന്നു. സഭയോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. യേശാവ് വിളിച്ചു പറഞ്ഞ ദർശനം കണ്ടു. പിന്നെ അതിൽ കയറി പെരുമാറേണ്ടിയില്ല. എഴുന്നേറ്റ് ഞാൻ ദർശനം പ്രാപിച്ചാണെന്ന് എന്ത് ചെയ്തില്ല, കുറച്ചുകൂടി താഴ്ന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിനയം കൊണ്ടുവന്നു. ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്നതും തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അവൻ കല്ലിലുള്ള കാരിലുള്ള ഹൃദയങ്ങളെയും സ്നേഹിക്കാൻ പറ്റും. അവൻ മാത്രമേ ചെറുട് കാണിച്ചു കൊടുക്കൂ. അവൻ മാത്രമേ ഷർട്ട് എടുത്താൽ കൂടി കൊടുത്തിട്ട് പുതക്കൂടെ കൊണ്ടുവേണമെന്ന് ചോദിക്കും. നമ്മളെ ഇട്ടത് വേറൊന്നും തരാം. ഹല്ലേലൂയ. നമുക്ക് അതൊരു അത്ര വരെ ഒന്ന് പോകാമെന്ന് ചോദിച്ചാൽ സമയമില്ല, നാളെ എന്നല്ല ഇവിടെ പോകും. ആമേൻ. ഹല്ലേലൂയ. ദർശനം പ്രാപിച്ചവൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ കാഴ്ച. ഇപ്പോഴും നമ്മൾ വിനയപ്പെടുന്നില്ല എങ്കിൽ, ഇപ്പോഴും നമുക്ക് മനസ്സാന്തരം വരുന്നില്ല എങ്കിൽ
ദൈവവചനം കേട്ടിട്ട് നമുക്ക് ഒരു താഴ്ച വരുന്നില്ല. എന്ത് താഴ്ച എന്നറിയാമോ? ദൈവമക്കളെ ദൈവത്തിന്റെ മുമ്പാകെയൊന്ന് താഴ്ന്നു. ഇങ്ങനെ താഴാതിരിക്കുന്നതിനാണ് കാറ്റടിച്ച് താഴ്ത്തുന്നത്, വെള്ളം പൊക്കി താഴ്ത്തുന്നത്, പോകുന്ന വഴിക്ക് അപവൃത്തികൾ ഉണ്ടാകുന്നത്, തകർച്ചകൾ ഉണ്ടാകുന്നതൊക്കെ താഴാതെ സ്റ്റഡിയായിട്ട് നിൽക്കുന്നതാണ്. തന്നെത്താൻ എടുത്ത് നിൽക്കുന്നു എന്ന് തോന്നിയാൽ വീഴാതിരിക്കാൻ തോന്നിച്ചോളാം. കാറ്റ് വരുന്നു. കാറ്റ് മന്ദമാരുത്, നമുക്കതേ അറിയാവുള്ളൂ. പോകി അടിച്ചതോടെ നമ്മൾ അവിടെ ഇവിടെ കടിക്കുന്നത് കണ്ട് മിസ് ഏതൊക്കെ അങ്ങനെ മുമ്പിൽ അടിച്ചോണ്ട് പോകും. ആമേൻ. ദൈവം നിശ്ചയിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരും. ഈ സുനാമി വന്ന സമയത്ത് ആൾക്കാര് നോക്കിയപ്പോ ചൂണ്ടിട്ട് കിട്ടാത്ത മീനെ കിടക്കണം. ഇതിങ്ങനെ വെള്ളം അങ്ങനെ ഇറങ്ങിപ്പോയ സമയത്ത് എന്തെന്നറിയാതെ അങ്ങോട്ട് ഇറങ്ങിയ ഒരു കൂട്ടരുണ്ട്. വേളാങ്കണ്ണിപ്പള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പല വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരുണ്ട്. ആമേൻ. ഇവരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കെ ദൈവം വെച്ച അതിർവരമ്പുകളെ അല്പസമയത്തേക്ക് ദൈവം നീക്കിയപ്പോ സമുദ്രമേ നീ അവിടെ നിൽക്കുക എന്ന് കൽപ്പിച്ചിരുന്നതാണ്. തൽക്കാലത്തേക്ക് ഒരു അല്പ ദൂരം നീ കയറിപ്പോ, ഇതോളം അല്പ ദൂരം കയറിയപ്പോ കൂട്ടം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഹല്ലേലൂയ. തങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം പൊളിഞ്ഞു. ആമേൻ. എന്നിട്ട് ജനം ഉയർത്തെഴുന്നേൽക്കുകയാണ്. സുനാമി ഗ്രാമങ്ങൾ. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ഒരു വചനം കേട്ടിട്ട് യേശയ്യാവാൻ നമ്മളെ അന്നത്തെ കാലത്ത് നീയും നമുക്ക് ദർശനം പ്രാപിക്കണ്ടേ? പ്രാപിച്ചെങ്കിൽ വിജയം താഴണം. നമ്മിലെ കോപം, നമ്മിലെ ഈർഷ്യകൾ, ഇടർച്ചകൾ, അനുസരണക്കേട് എടുത്തുകൊടുക്കുന്നോ പഠിച്ചത് കൊണ്ടുവരും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നിത്യഭയത്തിലേക്ക് പോകാതിരിക്കാൻ അയ്യോ ദൈവമേ, അങ്ങനെ പറയുന്നവന്റെ മുമ്പാകെ അവന്റെ അകൃത്യമൊക്കെ നീക്കി ഹിമം പോലെ വെളുപ്പിച്ച് ഇതാ അവന്റെ അകൃത്യം ഇപ്പോൾ നിങ്ങൾ ആമേൻ. ഹല്ലേലൂയ. ഇത് വെറുതെ കാഴ്ചയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. പള്ളി പോയിട്ട് അപ്പസീകരിക്കുന്ന പോലെ ശരീരം ആമേൻ. ഞാൻ സ്വീകരിച്ചു മിണ്ടാ, പിടഞ്ഞു നടന്നു, വഴക്കുണ്ടാകും, കോപം സൂക്ഷിച്ചു, പാപം ചെയ്തു, നിസ്സാരമായി നാം നീതിപ്പെടുത്തി അറിയത്തില്ല. പക്ഷെ ഇപ്പൊ അതങ്ങനെ തൊടാൻ പറ്റും. ഹൃദയത്തോടും ഭക്തിയോടും സ്നേഹത്തോടും സഭ തങ്ങളെ താം താഴ്ത്തി. രക്ഷിക്കപ്പെട്ടവർ തങ്ങളെ താം താഴ്ത്തി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുമാറാണ്. അപ്പൊ നിന്റെ അടുക്കൽ ഇരുന്നപ്പോൾ ഞാനത് പ്രാപിച്ചു എന്ന്, ഈ ദർശനം കണ്ടപ്പോൾ ഞാനത് പ്രാപിച്ചു എന്ന്. ഈ ദർശനങ്ങളുടെ പദ്ധതികൾ പറയാൻ നമുക്ക് സമാധാനമില്ല. പറയുന്നതിന് മുമ്പ് തന്നെത്താൻ താഴ്ത്തി അടുത്ത ദർശനത്തിനായി ചവിട്ടുപടിയാണ്. ആമേൻ. അപ്പൊ നമ്മൾ യഥാർത്ഥ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി, യഥാർത്ഥമായി സ്നേഹിക്കാൻ പറ്റും. ഒരു കാര്യമുണ്ടോ, ഈ മറിയുടെ കൂടെ വന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവർക്കും കൊല്ലാൻ കൊണ്ടുവന്ന കല്ലുമുണ്ടായി. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോ യേശു അറിയ കാര്യമുണ്ടായി, ഇതൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായി. മാനും മര്യാദയ്ക്ക് നടന്നെങ്കിൽ ഈ പ്രശ്നം ജീവിതത്തിൽ ഇതൊന്നും പറഞ്ഞു, ഒരു അക്ഷരം പറഞ്ഞില്ല. മറിയേയും സ്നേഹിച്ചു. ഹല്ലേലൂയ. കുഷ്ഠരോഗിയായിരുന്ന ശീമോനെയും സ്നേഹിച്ചു. ആമേൻ. നിങ്ങൾ വചനത്തിന് മത്തായി മുതൽ യോഹന്നാൻ വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു ചുങ്കക്കാരനെയും പാപിയായിരുന്ന അല്ലെങ്കിൽ വേശ്യകളും തകർന്നവരുമായ മനുഷ്യരെ കർത്താവ് അമിതമായി ശാസിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല. ഞാൻ ശരിയെന്ന് പറഞ്ഞ പരീക്ഷനെ ശാസ്ത്രീയട്ടുണ്ടല്ലോ, ചെയ്തു. ആലയത്തിനകത്ത് ചെയ്തു, പുരോഹിതനെ ചെയ്തു. പുരോഹിതൻ കീഴിൽ അവൻ തന്നെ തമ്മിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മക്കളെ. നാം ഒരു വാക്കിട്ട് വായിച്ചിട്ടെ, 1 പത്രോസ് 2:7 7 വാക്യം.
വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ല് ഇടച്ചക്കല്ല് അതല്ല, നിങ്ങളോ 9 അന്ധകാരത്തിൽ അല്ല 9 നിങ്ങളോ നിങ്ങളോ അന്ധകാരത്തിൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ച നിങ്ങളെ വിളിച്ചവന്റെ കൽപ്പനകളെ ഇപ്പൊ ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും ടോർച്ചടിച്ച് നടക്കുന്നത്. മനസ്സിലായോ? ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പും നിത്യതയിലേക്ക് അവൻ ചേർക്കപ്പെടുന്നതും ദൈവസന്നിധിയിൽ അവൻ ഇരിക്കുന്നതും ദൈവത്തിന്റെ പുത്രന്റെ സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നതും എത്ര വലുതാണെന്ന് അറിയാത്ത ഒരുത്തക്കോടെ പ്രവേശിക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ഞാൻ അറിയണ്ടേ? എനിക്ക് ലഭിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ഇച്ഛനിച്ചയല്ലേ? ദൈവത്തോടു കൂടെയുള്ള സ്വസ്ഥതയല്ലേ? പറയാല്ല, ആട് മിക്കവിടെയുള്ള പോകുമ്പോ ഇതിരുട്ടി പ്രാർത്ഥിക്കണം. കുട്ടിയുള്ളവർ പറയും സമാധാനമില്ല പ്രാർത്ഥിക്കാൻ. ചിലർ മാത്രം പറയും സമാധാനമില്ലാത്തതിന്റെ കാരണം പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ജോലിയില്ല, കടഭാരം, വീട്ടിലടി, ഭർത്താവ് കൂടി, ഭാര്യ തോന്നിയ പോലെ നടക്കുന്നു. ഇതൊക്കെ പറയുന്ന കാരണങ്ങളാണ്. മൊത്തത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ പറയും ഒരു സമാധാനം. കർത്താവ് പറയുന്നത് എന്റെ സമാധാനം നിനക്ക് എന്താ? അവര് നീ എന്ത് തരും? ഇപ്പൊ കർത്താവ് ഇതിന്റെ സമാധാനം ഇല്ലാത്ത ഹൃദയം തരുമോ? സമാധാനക്കേട് തരാം, ഹൃദയം തരും. ആ ഹൃദയത്തിലാണ് ഈ സമാധാനക്കേട് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഹൃദയം മൊത്തം ഇടും. നമ്മൾ വേണ്ട കർത്താവ് എന്ന് പറഞ്ഞാലും എടുക്കും. കൊടുക്കാൻ മനസ്സുള്ളവൻ 100 മേനിയായി ഫലം കായ്ക്കാനായി വിട്ടുകൊടുക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയി കർത്താവ് ഇങ്ങോട്ട് വിളിക്കും, നമ്മൾ അങ്ങോട്ട് 2 പേര് വലിക്കും. അങ്ങോട്ടൊരു വലിക്കുന്നത് ഹൃദയത്തെയാണെന്ന് ഓർത്തോണേ. കൈയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഹൃദയമായതുകൊണ്ട് ഉലയും ആ ബന്ധങ്ങൾ ഉലയും ആടും. തങ്ങളല്ലേ ശരി. ഇതിനിടയിൽ പല ആൾക്കാരും തോന്നും, ഇല്ലാതന്മാരും തോന്നും. കർത്താവും ഞാനും തമ്മിൽ ഒരു വടംവലി നടക്കുകയാണെന്നും അറിയുന്നവരൊക്കെ ഇടയ്ക്ക് കയറി നമ്മുടെ പക്ഷത്ത് പോയി. ഇവിടെ നമുക്ക് കർത്താവിനെ നോക്കിയ തോൽക്കുന്നത് നമ്മളാണ്. പിശാചിയെന്ന് ഏറ്റവും വലിയ എന്തെന്നറിയാം, ഒരിക്കലും ജയിക്കില്ല എന്ന് അറിയാമായിരുന്നു. അവൻ ആരും തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളും അറിയാം ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്ന് അറിയാമായിരുന്നു. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ഈ കുഴപ്പമില്ലായിരുന്നു യുദ്ധം ചെയ്യും. മത്സരിക്കാൻ ഞാനേ ഈ 3 കുഞ്ഞുങ്ങളോടുകൂടെ ഞാൻ ഓട്ട മത്സരം ജയിക്കും. ഈ 3 കുഞ്ഞുങ്ങളോടുകൂടെ ഞാൻ അടിവിക്കാൻ നിൽക്കാതെ പഞ്ചു പിടിക്കാൻ പഞ്ചു പിടിക്കാൻ പിടിക്കാൻ കൊടുക്കാൻ. നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ആയി കായെന്ന് പറയും. നിങ്ങൾ പരിഹസിക്കും. കിളവ നാടുകൾക്ക് നിങ്ങളോട് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇതെല്ലാം നിങ്ങൾ പറയും. സാറാബുകൾ ജീവിക്കുക. നമ്മൾ ഭർത്താവിന്റെ മുമ്പിലാണ് പഞ്ചുപിടിക്കാറ്. ആരും മനസ്സിലായോ? ഞാൻ ഇവരെ പിടിച്ച് പഞ്ചുപിടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ജയിക്കുന്ന ഉറപ്പല്ലേ? അവർക്കത് ചുരുൾപ്പെടോട്ടെ ഓടി ജയിക്കുന്ന ഞാൻ പറഞ്ഞു. എന്നാലും ഞാൻ പറയുന്നു, ഇതുപോലെ മഹോന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ പലപ്പോഴും ബലാബലം പരീക്ഷിക്കുന്ന ഒരു ദുഷ്ട ഹൃദയം നമുക്കുണ്ട്. നമ്മളുടെ ശരിയെ മാക്സിമം ഒന്ന് ലെവൽ ചെയ്ത് പോളിഷ് ചെയ്ത് എങ്കിലും ഞാൻ പറഞ്ഞതിനകത്തൊരു ശരിയില്ലേ കർത്താവ്? ഒരു ഒട്ടും തന്നെയാണ് തോന്നുന്നത്. കർത്താവിനെ കാണാത്തോണ്ട് മുമ്പ് നിൽക്കുന്നവരുടെ എന്ത് ചെയ്യും? നമ്മൾ കുറ്റം പറയുന്നുണ്ട്. ഞാൻ മിണ്ടാതെ പോയതാ കണ്ടു ഞാൻ തോന്നുന്നു. ആ എറിയാതിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളുടെ സ്വയം നീതിയെ വിട്ടുകളഞ്ഞു ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവർ. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. വാക്കിലായിരുന്നു പറഞ്ഞോട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഈ ജാതി എല്ലാത്തിനോടും ചേരരുത്. ആമേൻ എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ആരാണെങ്കിലും എന്റെ പങ്കാളി ഒരു ഹിന്ദുവായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സുവിശേഷം പദ്ധതി കൊണ്ടുവരുന്നു. ചേരരുത്. ചരിത്രത്തിൽ പോലും ആ കൂടെ പോയിട്ടേ ഉള്ളൂ. നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് നമുക്ക് സഭയിൽ ചേർക്കേണ്ട.
സഭയോട് ചേർക്കുന്ന ആരാ? ദൈവം ചേർത്തോളൂ. ഒരു ജാതിയാണ്, ഞാനൊരു ജാതിയാണ്. അടുത്ത് രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശം. 3 കാര്യങ്ങൾ പറയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. എല്ലാവരും പറഞ്ഞേട്ടെ. രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്തം ജനവും ആകുന്നു. ആമേൻ. യഹോവ തന്റെ ദൈവം വിശ്വസിക്കുന്നു. പാടാൻ വേണ്ടി മാത്രമല്ല, എന്റെ കർത്താവ് തന്നെ ദൈവം. അവൻ തന്നെ മഹത്വമുള്ളവൻ, അവൻ തന്നെ മഹിമ ധരിച്ചിരിക്കുന്നവൻ, അവൻ തന്നെ മടങ്ങി വരുന്നവൻ, അവൻ തന്നെ ഇരുന്നവൻ, അവൻ തന്നെ ഇരിക്കുന്നവൻ, അവൻ തന്നെ വരുന്നവൻ, അവൻ തന്നെ ആൽഫ, അവൻ തന്നെ ഒമേഗ. ആയിരുന്നവരും ഇരിക്കുന്നവരും എല്ലാം കർത്താവ് തന്നെ. ചോദ്യം ചെയ്യുന്നത് ദൈവം തന്ന ബുദ്ധിയുള്ളവരാണ് നമ്മൾ ചോദ്യം ചെയ്യണം. ഇതിന് ചന്ദ്രനെ ചെയ്യുമ്പോൾ തീക്ക് വെച്ചുകൂടായിരുന്നു. അങ്ങോട്ട് പോകാതെ ഇതൊന്നും ഇങ്ങനെ ബഹിരാകാശമായിട്ട് കിട്ടും. ഇത്ര വിശാലത ആവശ്യമുണ്ടോ? ദൈവം നീ അത് നേരെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവുമായിരുന്നു. ഏതും തോട്ടത്തിൽ പുലിയെ കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, പഴം വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എല്ലാം നീ തന്നെ ചെയ്തിട്ട് ഞങ്ങളെ കുട്ടിട്ട് ദൈവമാരെന്നറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യ ശരീരം സ്വീകരിച്ച യേശു ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പരീക്ഷകൾക്ക് കടന്നില്ല. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കും. പാപത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. പാപം കൊണ്ട് പോയവരൊക്കെ ഓടി തടിയെടുത്തവൻ, കുരുക്കം പോയവരൊക്കെ തടിയെടുത്തവൻ. ഹല്ലേലൂയ. കർത്താവിനെ വീഴിക്കാൻ പോയവരൊക്കെ എന്ത് ചെയ്തു? അവർ ചിന്തിക്കുമ്പോ കർത്താവ് മറുപടി പറയും. കൂട്ടത്ത് വരുന്നവർ നോക്കിക്കൊണ്ടത് ചിന്തിക്കുമ്പോ മറുപടി പറയും. ആമേൻ. അപ്പൊ നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട, നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചോട്ടെ, ഇവിടെ ശ്രദ്ധിക്കുക. എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള 1.5 മണിയുടെ ഇടത്തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ആമേൻ. നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അടുത്ത രാജകീയ പുരോഹിത വർഗം. അടുത്ത വിശുദ്ധ വംശം, ദൈവത്തിന്റെ സ്വന്തം ജനം. ആമേൻ. നീ പറയോ അങ്ങനെ? നീ പറയൂ, ഞാൻ എന്റെ ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മകനം, വിശുദ്ധ വിശുദ്ധ. ഹലോ, അടുത്ത് പറയും, നീ വിശുദ്ധ വംശം. വിശുദ്ധ വംശം. ലജ്ജ തോന്നുന്നുണ്ടോ? നീ വിശുദ്ധനെന്നാണ് കർത്താവ്. യേശു ക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെട്ടവൻ വിശുദ്ധനാണ്. നാണമില്ലേ നീ പാപം ചെയ്ത് നടക്കാൻ? യേശു ക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെട്ടവൻ വിശുദ്ധൻ, വിശുദ്ധ. ശരിയല്ലേ? ഇടികൾ ഒതുങ്ങിക്കൂടെ? വിശുദ്ധന്മാരെ പാപം ചെയ്യാതിരുന്നൂടെ? ദൈവത്തിന് കീഴടങ്ങിക്കൂടെ? കീഴടങ്ങാമോ? നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശം എന്ന് പറയുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഏരിയയിൽ ആദ്യം കർക്കുന്നതിനുള്ള അത് ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലാണ്, അന്ന് ഈ മറ്റേ ബൾബിൽ ഇട്ട് അതിന്റെ മുമ്പിലേക്ക് ഒരു ഭാവം ഉണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നപ്പോ ഒരു ഭാവം. ഇപ്പൊ ആ ഭാവം കാണിച്ച വല്ലതായിരുന്നു. ഈ മാറുമ്പോൾ ഒരു ഭാവം വരട്ടെ. ഞാൻ അത്ഭുത പ്രകാശത്തിലേക്ക്, ഒരു വാക്കെന്ന് പറയും, അത്ഭുത പ്രകാശത്തിലേക്ക്, ചെറിയ അരണ്ട വെളിച്ചത്തിലേക്കല്ല, അത്ഭുത പ്രകാശത്തിലേക്ക്. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഈ വചനം മറക്കോ? മറക്കോ സാറ? മറക്ക്. ശിവനെ മറക്കോ? ഇവിടെ കിടക്കുന്ന തപ്പോ? എതിൽ കിടപ്പുണ്ട്? 1 പത്രോസ് 2:9. 1 പത്രോസ് 2:9. എന്നൊരു 5 പേർക്ക് പറഞ്ഞു കൊടുത്താൽ പിന്നെ മറക്കത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി
രാജകീയ പുരോഹിതവർഗവും വർഗവും വിശുദ്ധ വംശവും വിശുദ്ധ വംശവും. സ്വതന്ത്രവും ആകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത് മുമ്പേ നിങ്ങൾ ജനമല്ലായിരുന്നു. മുമ്പ് നിങ്ങൾ എന്തല്ലായിരുന്നു? തോന്നി വഴിക്ക് നടന്നു. ഇനി തോന്നി വഴിക്ക് നടക്കരുത്. ക്ലിപ്പിട്ടിട്ടുണ്ട്. ആമേൻ. ഇനി ഉടയവനുണ്ട്. നേരത്തെ അപ്പനും ഇല്ല അമ്മയും ഇല്ല എന്ന് തോന്നിയതാണ്. എനിക്ക് ബന്ധുക്കളില്ല, ചാർച്ചക്കാർ. ഞാൻ ഏകൻ. ആകാശത്ത് പൊട്ടി വീണു. ഞാൻ തന്നെ വളർന്നു, തന്നെ തിന്നു, തന്നെ ഉണ്ടാക്കി. ഇനി ആ പരിപാടി നടക്കുക. നിനക്കിപ്പോ ഒരു ഉടയവനുണ്ട്. എനിക്കൊരു എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു രക്ഷകർത്താവുണ്ട്. ഇത് മാത്രമേ നിങ്ങൾക്കാർക്കും ഇല്ലേ? അവള് കിടന്ന് നല്ല വിളിച്ച് പറയുക, എനിക്കൊരു അപ്പനുണ്ട്. നിങ്ങളെ എല്ലാ അനുഗ്രഹവും എന്റെ മേൽ കിടക്കും. ഇത് കുറെ നേരം വിളിച്ച് അപ്പന് ഏതപ്പനാണ്? ഇങ്ങനെ ഇത്തിരിയൊക്കെ നിഷ്കളങ്കരായാലും എന്ത് ചെയ്യും? കർത്തൃത്വത്തിൽ കീഴടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ യോഹന്നാനാണ് എന്റെ അപ്പനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, തോന്നിയതുപോലെ നടക്കാൻ പറ്റും. അടുത്ത് പറയും, സ്നേഹത്തോടെ പറയണ്ട, തോന്നിയതുപോലെ കള്ളൻ കള്ളൻ കൂട്ടുന്നത് പോലെ പറയരുത്. പറയരുത്. ആമേൻ. എന്ന് വിളിച്ചു പറഞ്ഞ് കള്ളുഷാപ്പിൽ കയറി ഇറങ്ങി, വേണ്ടാത്ത കൂട്ടായ്മയിൽ കയറി ഇറങ്ങി, മൊബൈലിൽ ഒരു കൂട്ടായ്മ നടത്തി, അങ്ങനെയൊക്കെ നടക്കാൻ വ്യവസ്ഥയില്ല, നടക്കില്ല. നടന്നാൽ അതിന്റെ ശിക്ഷ ഇവിടെ വാങ്ങിച്ചിട്ട് പോകും. കാരണം നീ എന്തായി കഴിഞ്ഞു? കർത്താവ് ബലമായിട്ട് പിടിച്ചിരിക്കുന്ന ആരും കരുതണം. വചനം കേൾപ്പിച്ചപ്പോ നീ കരയാൻ തുടങ്ങി. കരഞ്ഞു. നീ ഒരു രക്ഷകൻ, സ്നാനപ്പെടണം. വചനം കേട്ട് എനിക്ക് ഞാൻ എന്റെ ഹൃദയം വിചിത്രമായി നിൽക്കും. ഞാൻ താഴാൻ തയ്യാറാണ്. നമ്മൾ തന്നെയാണ് സാറാഫ് എന്ന് പറഞ്ഞു. നമ്മൾ തന്നെ പറഞ്ഞ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖപ്പെടുത്തിയപ്പോഴുള്ള സന്തോഷം അടക്കമുള്ള സ്ക്രീൻ അവിടെയുണ്ട്. ആരും പറയരുത് രഹസ്യത്തിൽ എന്നെ അടിച്ചുകൊണ്ടുവന്ന് അകത്തേക്ക് എന്ന് പറയുന്നത്. അവൻ എല്ലാം വെച്ചുകൊണ്ടാ കർത്താവ് പറഞ്ഞ് ഇനി തോന്നിയതോടെ അടക്കുന്ന അവസ്ഥയിൽ മനസ്സിലാകുന്നുണ്ടോ? കൊള്ളാവുന്നൊരു അപ്പയിരിക്കുന്നു. അവൻ ചൂടാണ്, കാരണവരാണ്. നമുക്കിപ്പോഴും ഇഷ്ടം സ്നേഹമയ്യനായ അപ്പനാണ്. എന്ത് വൃത്തിയോട് കാണിച്ചാലും ചുറ്റിക്കരുത്, ചോദ്യം ചെയ്യരുത്, വിളിച്ചു പറയരുത്. ഒന്നുമല്ല. ഈ അപ്പന്റെ പ്രത്യേകത നമ്മളൊന്ന് വായിച്ചിട്ട് അത് കണ്ടുവച്ചിട്ടുണ്ട്. 12 എബ്രായർ 12-ന്റെ 1 മുതൽ 5 ശേഷം വായിച്ചാൽ 5-ാം വാക്യത്തിന് ശേഷം വായിച്ചാൽ അതാറും ഇവിടെ കർത്താവിന് വേറെ യോഹന്നാനെന്നോ ലൂക്കോസെന്നോ പേരുകളുണ്ടോ? ഇല്ല. ആമേൻ. നമ്മുടെ അപ്പന്റെ പേരൊന്നും അവിടെ എഴുതിയിട്ടില്ലല്ലോ. ഇല്ല. കർത്താവ് താൻ എന്തെങ്കിലും കിട്ടിയില്ല അവർക്ക്? അതിന് കിട്ടിയോ? 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 ജസ്റ്റ് കിട്ടിയോ? ജസ്റ്റ് കിട്ടിയോ? കിട്ടിയോ? അഗ്നി കിട്ടിയോ? അതിന് കിട്ടിയോ? വായിച്ചേ. കർത്താവിന്റെ ശിക്ഷ നീ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. ഞാൻ ഇവിടുത്തെ ആറോട്ട് വായിച്ചു. ഇങ്ങോട്ട് വായിച്ചു. കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശിക്ഷിക്കുമ്പോൾ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. നീ ആര് ശിക്ഷ വേണോ നിരസിച്ച് ഓടിക്കും. കർത്താവിന്റെ ശിക്ഷ നിരസിച്ച് ഓടിയാണ്ടത് പറയുന്നത്. ചിലർ കണ്ടിട്ടില്ലേ, ഈ പോലീസിന് ഭയന്ന് ഓടി വിളിച്ചു കൊണ്ടും പോയി കാട്ടിൽ പോയി കയ്യാമം വെച്ചുകൊണ്ട് ഭൂമിയിലെ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു കേസൊക്കെ തെളിയിക്കുന്നുണ്ടല്ലോ. പെരുങ്കള്ളന്മാരുടെ ഗുഹയിൽ ചെന്ന് പിടിച്ചോണ്ട് വരുന്നുണ്ട് ഇവിടുത്തെ കേരള പോലീസ്. ഈ കേരള പോലീസിന് ഇത് കഴിയുമെങ്കിൽ സാറാപ്പുറത്തേക്ക് വേണ്ടത് പറയും.
ദൈവത്തിന്റെ കണ്ണിൽ നീ എവിടെ ഇരുന്നാലും പിടിക്കട്ടെ. അവൻ ഹല്ലേലൂയ. ശിക്ഷ വാങ്ങാതിരിപ്പോ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, മാനസാന്തരം. അടുത്ത കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ഇപ്പൊ കർത്താവ് ശാസിക്കുന്നത് ശിക്ഷിക്കുന്ന ആരെയാ? ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അടുത്ത താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. താൻ കൈക്കൊള്ളുന്ന, ഇത് കണ്ടിട്ട് നിങ്ങൾ തോന്നരുത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നടയടിയാണെന്ന്. അല്ല, കർത്താവിന്റെ കൈ കിട്ടിയ അടി ഉറപ്പാണെന്ന് ആരും കരുതരുത്. അടി വാങ്ങാൻ ചിലർ വരും, അവരെ കുറിച്ച് ഈ പറയണം. എനിക്കത് മനസ്സിലായി. യോഗ്യതയില്ലാതെ പെരുമാറുന്ന കുട്ടികൾ ക്ലാസ്സിലില്ലേ? ടീച്ചർമാർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞാൽ കേൾക്കോ? മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ് കേൾക്കോ? പഠിച്ചോണ്ടിരാൻ പറഞ്ഞാൽ കേൾക്കോ? അവനെന്ത് ചെയ്യും? തല്ലുകൊള്ളു. അവന് തല്ലാൻ പോയാൽ അപ്പനെ കൈ വരുമെന്ന് വെച്ചോളൂ, എങ്കിൽ അവൻ തോക്കും. അവൻ പിന്നെ അപ്പനെ തല്ലുന്നവനായി മാറും. അപ്പോഴീ അപ്പം പറയും, അന്ന് സാറ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ വിട്ട തല്ലുകൊള്ളാതെ ഇഷ്ടപ്പെടാൻ. അതുകൊണ്ട് നീ അനേകരുടെ തല്ല് കൊള്ളാതിരിക്കാൻ അപ്പനിടക്കിലേക്ക് ഒരു തല്ല്. മനസ്സിലായോ? ആ തല്ല് ചിലപ്പോൾ പ്രവചന ശബ്ദത്തിൽ കൂടെ ആയിരിക്കും. മറയത്ത് വിളിച്ചു രഹസ്യമായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് ചെയ്ത കാര്യത്തെ എവിടെയാണെന്ന് നീ ഇന്നലെ ചോദിക്കുന്നു. അതൊക്കെ അതുപോലെ വിളിച്ചു പറയും. ഇപ്പൊ നമ്മൾ പറയും, എന്റെ പ്രവാചകൻ എന്റെ കാര്യങ്ങളൊക്കെ അച്ചട്ടായിട്ടൊക്കെ പറഞ്ഞു, വചനം പറഞ്ഞില്ലയോ കാര്യങ്ങളൊക്കെ. പാപം ചെയ്തപ്പോ ഓർമ്മ തന്നില്ലായോ? കള്ളം പറഞ്ഞപ്പോ ഓർമ്മ തന്നില്ലായോ വചനം? അടുത്ത വായിച്ചു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് വരുമാറും. അപ്പൊ ചില സമയത്ത് തല്ലാത്ത മക്കളുടെ അവസ്ഥകൾ പിന്നെ ഭയങ്കര ആ ഒരു ഇന്റിമസി ലവോടെ എഴുതിയിരിക്കുന്നതാണ്. അപ്പനും മക്കൾ, അപ്പനും മക്കൾ, അപ്പനും മക്കൾ. ഇതിനിടയിൽ കുറ്റമിട്ട മക്കൾ അടിമായിച്ച് നന്നാവുന്നു. എങ്കിലും കർത്താവ് തള്ളിക്കളഞ്ഞു. ഇങ്ങോട്ട് വേടാ പോയിരിക്കണം, ചൂടിലൊക്കെ എടുത്ത് തീയാണ് ഇതൊക്കെ പറഞ്ഞ് സ്നേഹിക്കുക. അടുത്തത് അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന മകനെ ശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗടന്യന്മാരല്ലേ. സന്തതിയാണ് കഴിയുന്നത്. ആമേൻ. ആർക്കെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് ഉപദേശങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഈ ജാരസന്ധിയാണ്. ചില കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ തുളച്ചു കയറുന്നുണ്ടോ? കേൾക്കുമ്പോ, വചനം കേൾക്കുമ്പോ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടോ? ഇത് വചനം കൊണ്ടുള്ള അടിയാണ്. വചനം കൊണ്ട് കുത്തി നോക്കി കുത്തി വചനം കൊണ്ടുള്ള അടിയാണ്. മാനസാന്തരപ്പെടാത്തതാണ്. നമ്മൾ എങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ട് എന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെ കുത്തിയതാണെന്ന് പറയുന്നത്. വചനം നമ്മുടെ ഹൃദയത്തെ കുത്തും. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും കൂടെയുള്ളവരോടും ചോദിച്ചു, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇത് തീർന്നോ? വാക്യം തീർന്നു. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ സൃഷ്ടിച്ചപ്പോൾ നാം അവരെ വണങ്ങി പോകുന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടക്കി ജീവിക്കേണ്ടതല്ലയോ? മാത്രം പറഞ്ഞു വിടുകയാണ്. നമ്മുടെ വീട്ടില് അപ്പനും അമ്മയും ഒക്കെ നമ്മൾ അടിക്കുമ്പോ നമ്മൾ അടിയെ പേടിച്ചിട്ടെങ്കിലും ഒന്നാറില്ലേ? ചില കല്ലന്മാരുണ്ട് കല്ലികളും. എങ്കിലും ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യും? ഒഴുകാറുണ്ട്. ഇതിന് പറയാണ് റെസ്പെക്ട് പിന്നെ കാണിക്കും. ഞാനിപ്പോ ഹാങ്ങർ എടുത്താൽ റെസ്പെക്ട് കാണിക്കും. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവൻ അതിന്റെ രുചി അറിയാം. അതുകൊണ്ട് അവൻ നശിച്ചു പോകത്തില്ല. അവൻ അടുത്ത തട്ടത്തിലേക്ക് എന്ത് ചെയ്യും? വചനം പറയുന്നു, നിങ്ങളുടെ ഭൂമിയിലെ അപ്പന്മാരെയും അമ്മമാരെയും ഒക്കെ നിങ്ങൾ ശിക്ഷ നിമിത്തം മടങ്ങുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങൾ എത്രയധികം മടങ്ങണം. യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഭയപ്പെടയ്ക്കാൻ അപ്പ പിതാവേ സ്വർഗ്ഗ ദൈവം, നിങ്ങളുടെ മുമ്പാകെ താഴ്ച സമർപ്പിക്കുന്നു.
ഏൽപ്പിക്കുന്നു. ശുചിയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് നകന്നു പോകാത്ത ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.